എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു മാൻഡറ്ററി ഫീസ് ഉണ്ട്, അതായത് യൂണിവേഴ്സിറ്റി ഫീസ് ഉണ്ട്. അപ്പോൾ അത് ഏകദേശം നിങ്ങൾക്ക് 990 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരിക. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 925 രൂപയാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ആ ഒരു സമയത്ത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡും, അതായത് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ അതായത് വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്യാനുള്ള പേജിൻ്റെ അതായത് ആ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ അടിയിൽ തന്നെയായിട്ട് ജസ്റ്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കുറച്ച് നമ്പേഴ്സ് കാണാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്പർ മാറ്റമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അഡ്മിഷൻ ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുന്നതായിരിക്കും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഏത് സമയത്താണ് ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ പറഞ്ഞ പ്രകാരം വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും, അതായത് അതിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സുകളും അതുപോലെ തന്നെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും സഹിതം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു കോഴ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകിക്കൊണ്ട്, അതായത് നിങ്ങൾക്കും ഓപ്ഷൻസ് നൽകിക്കൊണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ, അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും ആയിരിക്കണം നൽകേണ്ടത്. കാരണം പിന്നീട് നിങ്ങൾക്ക് പുതുതായിട്ട് അടുത്തൊരു കോളേജിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതിയ ആ ഒരു കോളേജിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വയ്ക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക്, അതായത് ആ ഒരു വേണ്ട കോളേജ് തന്നെയാണോ അല്ലെങ്കിൽ കോഴ്സ് തന്നെയാണോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം ചില വിദ്യാർത്ഥികൾ പിന്നീട് അലോട്ട്മെൻറ്റിൽ, അതായത് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം പിന്നീട് അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യുകയും പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ആദ്യം ലഭിച്ച കോളേജും ആ ഒരു കോഴ്സും എനിക്കിപ്പോൾ മതി എന്ന് തോന്നുന്നു, അപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു പിന്നീട്, അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന ആ ഒരു കോളേജ് മാറ്റാൻ സാധിക്കും. അതായത് മുമ്പ് ലഭിച്ച ആ ഒരു സീറ്റിലേക്ക് പിന്നീട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ആദ്യം ലഭിച്ച ആ ഒരു സീറ്റ് തന്നെ മതി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ശേഷം നിങ്ങൾ അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾ മാറാനായിട്ട്, അതായത് കോളേജ് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുന്ന സമയത്ത്, അതായത് കോളേജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല, എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കോളേജ് കോഴ്സ് മാറാനുള്ള ഒരു രീതി. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ഓപ്ഷൻ വെക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ പ്രസ് റിലീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതായത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രസ് റിലീസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാകും. അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കോളേജിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും ഡൗട്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനായിട്ടുള്ള ആ ഒരു സംശയത്തിനായിട്ടുള്ള, അതായത് ആ ഒരു ലിങ്കുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ അഡ്മിഷന് പോകുമ്പോൾ എടുക്കേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള വിശദ വിവരങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് ജസ്റ്റ് അഡ്മിഷനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്നവർ സർവകലാശാല ഫീസ് മാത്രം അടച്ച് താൽക്കാലിക പ്രവേശനവും ഹയർ ഓപ്ഷനുകൾ നിലവിൽ ഇല്ലാത്തവർ സ്ഥിര പ്രവേശനവുമാണ് നേടേണ്ടി വരിക. അതുപോലെ തന്നെ
വിദ്യാർത്ഥികൾക്ക് രേഖകളോടൊപ്പം അതായത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ജോയിൻ ചെയ്യാനായിട്ട് നൽകിയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട്, രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ സർവകലാശാല ഫീസ് അടച്ചതിൻ്റെ ചലാന്, അതുപോലെ നിങ്ങളുടെ +2 പരീക്ഷയുടെ ആ ഒരു മാർക്ക് ലിസ്റ്റും കാർഡുകളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളും, അതുപോലെ തന്നെ അവസാനമായി പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള TC, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കോണ്ടാക്റ്റ് ആൻഡ് കോഴ്സ് സർട്ടിഫിക്കറ്റ് അതായത് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ SC/ST അപേക്ഷകരാണെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതായത് SC/BC വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ, അതായത് OBC ഇതൊക്കെ SC/BCയിലാണ് വരിക, അതുപോലെ OBH ഇതുപോലുള്ളവയൊക്കെ SC/BCയിലാണ് വരിക. അതുപോലെ തന്നെ EWS കാറ്റഗറി ഉള്ളവരാണ് എങ്കിൽ അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ട് വില്ലേജ് ഓഫീസർ അനുവദിച്ച അന്ത്യോദയ അന്യോജ്യ അല്ലെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്. അടുത്തതായിട്ടുള്ളത് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്, അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ VHSC, THSLC, NIOS, കേരള ലിറ്ററസി മിഷൻ, CBSE, CISC തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെ മറ്റെന്തെങ്കിലും യോഗ്യതയില്ല, അതായത് HSC ഇവ ഒഴികെയുള്ള ഏതെങ്കിലും യോഗ്യതയാണ് നേടിയിട്ടുള്ളതെങ്കിൽ അതിനായിട്ട് ആ ഒരു അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് അത് യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അത് ആവശ്യമുള്ളവർ എല്ലാവർക്കും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള ഇവർക്കൊന്നും ആവശ്യമില്ല, അതായത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇവർക്കൊന്നും ഈ ഒരു കാര്യം ആവശ്യമില്ല. അതുപോലെ തന്നെ നേറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും രേഖ അതായത് അത് ആവശ്യമുള്ളവർ അത് നേറ്റിവിറ്റി നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ OEC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകരെ SC/ST വിഭാഗത്തിലെ ഒഴിവുള്ള സീറ്റിലേക്ക് പരിഗണിക്കുന്നതിനായിട്ട് കമ്മ്യൂണിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖ, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്നിവ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ പുനഃക്രമീകരിക്കുന്നതിനും അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് ഈ ഒരു ഓപ്ഷൻ നൽകാം, അതായത് ഓപ്ഷൻ തിരുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു തിരുത്തലുകൾക്കായിട്ട് നിങ്ങൾ 200 രൂപ എക്സ്ട്രാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതായത് ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.